ഏത് കാലത്തും സമൂഹത്തിൻ്റെ ആവശ്യം നമ്മളിൽ നല്ലത് കാണുക എന്നല്ല. അത് പൊതുവെ കുറവാണ്. 10ാം ക്ലാസ്സിലെ SSLC പരീക്ഷ എഴുതുമ്പോൾ ചോദിക്കാൻ തുടങ്ങും എന്നാ റിസൾട്ട് വരുന്നതെന്ന്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എത്ര A+ ഉണ്ട്. അപ്പോൾ പറയുക 8 A+ അല്ല 9 A+, 2 A 2 B എന്നൊക്കെ പറയും. അപ്പോൾ ചോദിക്കുക 8 ഉള്ളൂ, ബാക്കി 2 എവിടെ പോയിന്ന്. കിട്ടിയ 8ൻ്റെ കഷ്ടപ്പാട് എത്രയെന്നുള്ള അതൊന്നും ഒരാളും നോക്കേണ്ട. ഇനി SSLC കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, +2 കഴിഞ്ഞു ഡിഗ്രി പഠിക്കുമ്പോൾ അടുത്ത ചോദ്യം അല്ല ഇങ്ങനെ പഠിച്ചിരുന്നാൽ മതിയോ, എത്ര കാലാച്ചിട്ടാ, എന്നാണ് ഈ ഡിഗ്രിയൊക്കെ കഴിയാൻ പോകുന്നത്. അത് 1-2 വർഷം കൊണ്ട് കഴിഞ്ഞ് പിന്നെ സർട്ടിഫിക്കറ്റിനും അതിനും ഇതിനൊക്കെ ആയിട്ട് കാത്തിരിക്കുന്ന ഒരു ചെറിയ കാലയളവുണ്ട്. സുബ്ഹാന റബ്ബി, അതാണ് ഒരു വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാഠിന്യത്തിൻ്റെ കാലം. എന്താ, പഠനം കഴിഞ്ഞു, ഇനി അടുത്ത ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു കാലം. ചിലപ്പോൾ 5-6 മാസം ഇങ്ങനെ വീട്ടിലും നാട്ടിലും കൂട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു സമയം. അതിൻ്റെ ഇടയിൽ സമൂഹത്തിൻ്റെ നിരന്തര ചോദ്യങ്ങൾ. കൂട്ടുകുടുംബാദി ആളുകൾ വീട്ടിലേക്ക് വരുന്നു. അവർ ചോദിക്കുന്ന ചോദ്യം എന്തായി, പഠനം കഴിഞ്ഞ് ജോലി വല്ലതും ആയോ. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും കേൾക്കുന്ന ചോദ്യം ആകെ ഇത് തന്നെയാണ്. ഇനി മനസ്സമാധാനത്തിന് വേണ്ടി എവിടെയെങ്കിലും കുടുംബ ബന്ധുമിത്രാദികളുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഉണ്ടാകും നമ്മുടെ എളാപ്പ മൂത്താപ്പല്ല അമ്മമാരുടെ ചോദ്യം, പന പോലെ വളർന്നല്ലടാ, ഇനി എങ്ങനെ നോക്കിയിരിക്കുന്നു അല്ലേ. നമ്മളാണെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുവാൻ വേണ്ടിയിട്ട് തേരാപ്പാര ഓടി നടക്കുക. അതിൻ്റെ ഇടയിലാണ് കുത്തുവാക്കുകളുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന കുറേ ആളുകൾ. ഇനി അതും കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിലേക്ക് അടുത്ത കാൽവെപ്പ്. അപ്പോൾ ചോദിക്കും, എന്താ ഈ പെണ്ണായില്ലേ, എന്തേ പെണ്ണില്ലേ, കെട്ടുന്നില്ലേ. 100 കൂട്ടം ചോദ്യശരങ്ങളാണ് നമ്മുടെ നേരെ വരുന്നത്. ചോദിക്കുന്ന ആളുകൾക്ക് നല്ല സുഖം, അവർക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ തരാപര പറഞ്ഞാൽ മതി. പക്ഷേ നമ്മളോടല്ലേ ചോദിക്കുന്നത്, നമ്മളോടല്ലേ അന്വേഷണം നടത്തുന്നത്. എന്താ ഈ കല്യാണം എന്നാ പിന്നെ അടുത്തത്. ഈ കല്യാണം കഴിഞ്ഞാൽ അതിനേക്കാളും ബഹുരസം വേറെ വരാനുണ്ട്. കല്യാണം കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞു, ഒരു കുട്ടിയുടെ ഒരു അടയാളമൊന്നും കാണുന്നില്ലെങ്കിൽ, ഒരു കുട്ടിയുടെ പുതിയൊരു ജന്മത്തിനൊരു സാധ്യതകളൊന്നും കാണുന്നില്ലെങ്കിൽ പിന്നുള്ള ചോദ്യമോ അതിനേക്കാളും വലിയ കാഠിന്യം നിറഞ്ഞ ചോദ്യങ്ങളാണ്. എന്താ ചോദിക്കുക, ആർക്കാ പ്രശ്നം. എനിക്കും എൻ്റെ കെട്ടികൾക്കും ഇല്ലാത്ത വലിയ വിഷമാണ് ആർക്ക്, നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകുടുംബാദി ആളുകൾക്കെല്ലാം. ആർക്കാ പ്രശ്നം. അവർക്ക് ഇനി പ്രശ്നം തിരിച്ചറിയണം. നമ്മൾ കരുതുന്നുണ്ടോ ഇനി ഇവർക്ക് പ്രശ്നം തിരിച്ചറിഞ്ഞിട്ട് പരിഹരിക്കാനുള്ള ത്വരയാണ് ഇവർക്ക് എന്ന്? അത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ആ ഒരു ആർജവും ആ ഒരു സന്തോഷവും അതിനോടുള്ള പ്രതിബദ്ധതയുമാണിതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം, അതാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും. നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യം അതാണ്. മറ്റുള്ളവന്ന് സുഖിച്ച് ഒന്ന് റാഹത്തിൽ ഇങ്ങനെ പടിപടിയായിട്ട് കയറിപ്പോകണം, ഇതല്ല നമ്മുടെ ചിന്ത വരുന്നത്. നമ്മുടെ ചിന്ത എന്താ, അവനെനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളറിയാതെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് വരുന്നതായ ഒരു മാനസിക സുഖമുണ്ട്. ആ സുഖം അനുഭവിക്കുക. ഇതാണ് പൊതുവെ സമൂഹത്തിൻ്റെ നിലപാടുകൾ.